ജോൺ സീനയ്ക്ക് പുതിയ തീം മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഇപ്പോൾ WWE ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഫെനോമിനൽ 1 AJ സ്റ്റൈൽസ് ഇപ്പോൾ റിട്ടയർമെന്റ് അറിയിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ നോക്കാം. അതുകൂടാതെ റാൻഡി ഓർട്ടൺ ഫാൻസ് കാത്തിരുന്ന ഒരു സംഭവം റാൻഡി ഓർട്ടന് തിരികെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഒരു നീ ഇഞ്ചുറി സംഭവിച്ചു പോയ ആസ്കയെ പറ്റി പറയാം. അതായത് ആസ്ക ഇഞ്ചുറി സംഭവിച്ചു പോയിട്ട് ഇപ്പൊ കുറെ നാളായിട്ടുണ്ട്. അപ്പൊ ആസ്ക റോയൽ റംബിൾ ടൈമിൽ വരും, അല്ലെങ്കിൽ റസൽമേനിയയിൽ എന്തായാലും മാച്ച് ചെയ്യും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ ആസ്കയുടെ ഇഞ്ചുറി സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് അവർക്ക് ഇപ്പോഴൊന്നും വരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് ആസ്കയുടെ നീ ഇഞ്ചുറി ഇപ്പോഴും ശരിയായിട്ടില്ല എന്നും ഇനിയും ഒരുപാട് ദിവസം എടുത്തേക്കാം എന്നാണ് പറയുന്നത് ആസ്കയുടെ ഇഞ്ചുറി മാറി സെറ്റ് ആവാനായിട്ട്. അതുകൊണ്ട് ആസ്ക റസൽമേനിയയിലും വരാൻ ചാൻസ് ഇല്ല. ഇങ്ങനെയാണ് ആസ്കയെ പറ്റി ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത്. ഇനി റാൻഡി ഓർട്ടൺ ഫാൻസിനുള്ള ഹാപ്പി ന്യൂസ് എന്താണെന്ന് പറയാം. അതായത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇക്കഴിഞ്ഞ എലിമിനേഷൻ ചേംബറിൽ കാണിച്ചിരുന്നു. അതായത് റാൻഡി ഓർട്ടൺ ഒരുപാട് വർഷം മുൻപൊക്കെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്ത പൺ കിക്ക് എന്ന ഫിനിഷർ തിരികെ കൊണ്ടുവരുന്നത് പോലെ. അപ്പോൾ ആ സമയത്ത് സെക്യൂരിറ്റീസ് എല്ലാം പിടിച്ചതുകൊണ്ട് അത് കെവിൻ ഓവൻസിന് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ റസൽമേനിയയിൽ ഇവർക്ക് മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിന്റെ ക്ലൈമാക്സിൽ റാൻഡി ഓർട്ടൺ ഈ ഫിനിഷർ യൂസ് ചെയ്തുകൊണ്ട് കെവിൻ ഓവൻസിനെ പിൻ ചെയ്ത് കെവിൻ ഓവൻസിനെ ഇഞ്ചുറി ആക്കി. റാൻഡി ഓർട്ടൺ എങ്ങനെയാണോ WWE വിട്ട് ഇഞ്ചുറി സംഭവിച്ചു പോയത് അതുപോലെ തന്നെ കെവിൻ ഓവൻസിനെ പറഞ്ഞു വിടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ റാൻഡി ഓർട്ടൺ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പൺ കിക്ക് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു പൺ കിക്ക് റാൻഡി ഓർട്ടന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ റാൻഡി ഓർട്ടന്റെ ഇപ്പോഴത്തെ ആ ഒരു റേഞ്ചൊക്കെ മാറി വീണ്ടും ആ ഒരു ലെജൻഡ് കില്ലർ ലെവലിലേക്ക് റാൻഡി ഓർട്ടനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിവര് എലിമിനേഷൻ ചേംബറിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ലെജൻഡ് കില്ലർ റാൻഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നോക്കാം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന്. അപ്പോൾ പൺ കിക്ക് തിരിച്ചു കൊണ്ടുവരാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി ഫെനോമിനൽ 1 AJ സ്റ്റൈൽസിനെ പറ്റി പറയാം. AJ സ്റ്റൈൽസിന്റെ WWE ഡീൽ അവസാനിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം ഞാൻ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ AJ സ്റ്റൈൽസ് തന്റെ റിട്ടയർമെന്റിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഇന്റർവ്യൂവിൽ AJ സ്റ്റൈൽസ് പറഞ്ഞിട്ടുള്ളത് തനിക്കിപ്പോൾ 47 വയസ്സായെന്നും 50 വയസ്സ് വരെ മാക്സിമം തനിക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കൂ, അതിനുശേഷം താൻ ഫൈറ്റ് ചെയ്യില്ല, റെസ്ലിംഗ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 50-ാം വയസ്സിൽ താൻ റെസ്ലിംഗ് വിട്ട് അല്ലെങ്കിൽ WWE വിട്ട് പോകുമെന്ന്. അപ്പോൾ ഇങ്ങനെ AJ സ്റ്റൈൽസ് പറഞ്ഞതുകൊണ്ട് വീണ്ടും ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. അതായത് AJ സ്റ്റൈൽസ് വീണ്ടും WWE ഒരു മൾട്ടി ഇയർ കോൺട്രാക്ട് സൈൻ ചെയ്ത് 50 വയസ്സ് വരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ജോൺ സീനയ്ക്ക് എങ്ങനെയാണോ റിട്ടയർമെന്റ് ടൂർ കിട്ടിയത് അതുപോലെ AJ സ്റ്റൈൽസിനും ഒരു റിട്ടയർമെന്റ് ടൂർ ഇവർ സെറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ AJ സ്റ്റൈൽസ് ആണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, അതല്ലാതെ വെറുതെ റൂമർ ആയിട്ടൊന്നുമല്ല. AJ തന്നെയാണ് റിട്ടയർമെന്റിനെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഫാൻസ് എല്ലാം ഭയങ്കര പ്രതീക്ഷയിലാണ്. AJ കോൺട്രാക്ട് കഴിഞ്ഞാലും WWE വിട്ട് പോകില്ല, 50 വയസ്സ് വരേക്കും WWE നിൽക്കും എന്ന ടൈപ്പിൽ. അപ്പോൾ AJ സ്റ്റൈൽസ് പറഞ്ഞത് ശരിയാണ്, 50 വയസ്സ് വരെ തനിക്ക് കറക്റ്റായിട്ട് പെർഫോമൻസ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത്. കാരണം നമ്മൾക്കറിയാം AJ സ്റ്റൈൽസ് ഒരു ഹൈ ഫ്ലൈൻ റെസ്ലറാണ്. ഇപ്പോഴും പെർഫോമൻസിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, നല്ല പെർഫോമൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ആ ഒരു പഴയ AJ സ്റ്റൈൽസിനെ മിസ്സാവുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, താൻ 50 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്ത് പോകുമെന്ന്. അപ്പൊ നോക്കാം AJ സ്റ്റൈൽസിന് അവസാനമായിട്ട് ഒരു റൺ കൊടുത്തുകൊണ്ട് സീനയുടെ പോലെ റിട്ടയർമെന്റ് ടൂർ ഇവരെ സെറ്റ് ചെയ്യുമോ എന്ന്. ഇനി അവസാനമായി ജോൺ സീനയെ പറ്റി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ജോൺ സീനയ്ക്ക് പുതിയ തീം മ്യൂസിക് കൊടുക്കാനുള്ള പ്ലാൻ ഇവർക്കുണ്ട്. അതായത് മുൻപ് ഷിൻസ്കെ നാക്കമുറ ഹീൽ ടേൺ ചെയ്തപ്പോഴും AJ സ്റ്റൈൽസ് കോഡി റോഡ്സിനെതിരെ ഹീൽ ടേൺ ചെയ്തപ്പോഴും തീം മ്യൂസിക് ചേഞ്ച് വരുത്തിയിരുന്നു. അതായത് ഹീലായതിനു ശേഷം ഇവരുടെ പഴയ തീം മ്യൂസിക് മാറ്റി മറ്റൊരു തീം മ്യൂസിക്കാണ് WWE കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതേപോലെ ജോൺ സീനയ്ക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ജോൺ സീനയുടെ കാര്യത്തിൽ പുതിയ തീം മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനല്ല പ്ലാന്. പകരം ജോൺ സീന മുൻപ് യൂസ് ചെയ്ത ഡോക്ടർ തൊഗ്നോമിക്സ് എന്ന ക്യാരക്ടറിന്റെ തീം മ്യൂസിക്കിൽ വളരെയധികം മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ആ ഒരു തീം മ്യൂസിക് ജോൺ സീനയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ ഇങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ജോൺ സീനയും വില്ലനായതുകൊണ്ട് തീം മ്യൂസിക്കിൽ ചേഞ്ച് വരുത്തി ജോൺ സീനയുടെ ഹീൽ ടേണും വേറെ റേഞ്ചിൽ കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തീം മ്യൂസിക് മാറാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൺഫേം ആയിട്ട് പറയുന്നില്ല, ഇവർക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ നടന്നിട്ടില്ല എങ്കിൽ സീന പഴയതുപോലെ ആ ഒരു തീം മ്യൂസിക്കിൽ തന്നെ വരും. അപ്പോൾ സീന പഴയതുപോലെയുള്ള തീം മ്യൂസിക്കിൽ വരുന്നതാണോ ഇഷ്ടം,
അതോ ഹീൽ ടേൺ ചെയ്ത് മറ്റൊരു തീം മ്യൂസിക്കിൽ വരുന്നതാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.